നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ SFI ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു കയറിയിരിക്കുകയാണ്. എല്ലായിടത്തും പോയി ആളാകാൻ നോക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് 8ന്റെ പണിയാണ് SFIക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറെ കാലമായി കേരളത്തിൽ നടക്കുന്ന പല സംഭവവികാസങ്ങളിലും SFIക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃക്കാക്കര KMM കോളേജിലെ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയത്തിൽ മാതാപിതാക്കളും നാട്ടുകാരും നടത്തിയ പ്രതിഷേധത്തിനിടെ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ക്യാമ്പിലെ അധ്യാപകരിൽ നിന്ന് മർദ്ദനം നേരിട്ടെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് കോളേജിലെത്തിയതാണ് SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാഗ്യലക്ഷ്മി. പക്ഷേ ക്യാമ്പിൽ ഉണ്ടായിരുന്ന NCC കാഡറ്റുകളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിനികളും SFI നേതാക്കളും ഈ പറയുന്ന SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാഗ്യലക്ഷ്മിയും തമ്മിൽ അവിടെ വെച്ച് വലിയ സംഘർഷമാണ് ഉണ്ടായത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ച് തന്നെയാണ് ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് വാക്കുതർക്കത്തിൽ ഏറ്റുമുട്ടിയത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥിനികളോട്, അതായത് ഈ മാധ്യമങ്ങൾ ചോദിച്ചറിയുകയാണ് എന്തൊക്കെയാണ് സംഭവം, എന്താണ് ഉണ്ടായതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് ഇടയിലാണ് ഈ പറയുന്ന NCC കാഡറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഒരു സ്ത്രീയാണ് ഞങ്ങളോട് മോശമായി സംസാരിച്ചതെന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മിക്ക് നേരെ വിരൽ ചൂണ്ടിയത്. ഭാഗ്യലക്ഷ്മി ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ NCC കാഡറ്റ്സിൽ ഒരുപാട് വിദ്യാർത്ഥികളാണ്, അവരെ ഒറ്റക്കെട്ടായി നിന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റ സംഭവമായി നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കുന്നതിനിടയിലാണ് ഈ ഭാഗ്യലക്ഷ്മി കയറി വരികയും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനികളോട്, നിങ്ങൾ ആർക്കെങ്കിലും വളരെ മോശമായ രീതിയിൽ കിടന്നു കൊടുക്കാറുണ്ടോ, നിങ്ങൾ ഇതിനിടയിൽ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ട് വളരെ ലൈംഗിക ചുവയോടും വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന രീതിയിലാണ് SFI നേതാവ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. ഒന്നില്ലെങ്കിലും അതൊരു NCC കാഡറ്റുകൾ, അവരുടെ NCC ക്യാമ്പാണ് അവിടെ നടക്കുന്നത്. ഇതോടെയാണ് വിദ്യാർത്ഥികളും SFI നേതാക്കളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരിക്കുന്നത്. അനുവാദമില്ലാതെ ക്യാമ്പിലേക്ക് കയറിയ ഭാഗ്യലക്ഷ്മി, നിങ്ങളിവിടെ അധ്യാപകർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോ എന്നും ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചതാണ് വിദ്യാർത്ഥിനികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ അധ്യാപകരെ അല്ലെങ്കിൽ തങ്ങളെ പഠിപ്പിക്കുന്ന സാബുമാരെ പറ്റി മോശമായി സംസാരിക്കാൻ നിങ്ങൾ ആരാണെന്നാണ് വിദ്യാർത്ഥിനികൾ വിരൽ ചൂണ്ടി ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഭാഗ്യലക്ഷ്മി അവിടെ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇത്തരത്തിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമ്പിലുള്ളവരെ ഇവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടിക്കുന്നുണ്ടെന്ന പരാതി വന്നതിനെ തുടർന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കയറി വന്ന സമയത്ത് ഗേറ്റ് പൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. അത് ഞങ്ങൾ ഇടിച്ചു കയറി ചെന്നു. അവിടെ പെൺകുട്ടികളാണ് നിന്നിരുന്നത്. എന്റെ കൂടെ 30ഓളം പുരുഷന്മാരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ കയറി നോക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വനിതാ കാഡറ്റുമാർ എന്നെ കയറാൻ സമ്മതിച്ചില്ല. അവർ എന്നോട് മോശമായ രീതിയിലാണ് സംസാരിച്ചത്. തെറ്റായ ഒരു വാക്കും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അവിടെ കയറിയപ്പോൾ, നീ നോക്കടി, നീ ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചു പോയാൽ മതി എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. എന്റെ വീഡിയോ വരെ എടുത്തു. എന്നോട് അത്രയും മോശമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നതെന്നാണ് SFI നേതാവായിട്ടുള്ള ഭാഗ്യലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ NCC കാഡറ്റ്സ് പറഞ്ഞിരിക്കുന്ന അവരോടാണ് കയറി വന്നുടനെ ഈ ഭാഗ്യലക്ഷ്മി വളരെ മോശമായിട്ട് ഇത്തരത്തിൽ തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കെതിരെ, സാബുമാർക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് എന്നാണ്. NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിൽ തിങ്കളാഴ്ച രാത്രിയാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഉച്ചഭക്ഷണത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു. വൈകുന്നേരത്തോടെ പലരും ഛർദ്ദിക്കുകയും തളർന്നു വീഴുകയും ചെയ്തു. തുടർന്ന് 72 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോളേജ് വളപ്പിലെ കിണറ്റിലെ വെള്ളമാണ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നത്. കളമശ്ശേരിയിലും തൃക്കാക്കരയിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതിനാൽ ഈ വെള്ളമാണോ പ്രശ്നമുണ്ടാക്കിയതെന്ന സംശയമുണ്ടായിരുന്നു. തുടർന്ന് ക്യാമ്പിലെത്തിയ രക്ഷിതാക്കളും ഗേറ്റ് തള്ളി തുറന്ന് കോളേജിലേക്ക് ഇടിച്ചു കയറി. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് NCC വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും സാമ്പിളുകളും ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. ഈ മാസം 29 വരെ തുടരേണ്ടിയിരുന്ന ക്യാമ്പ് പിരിച്ചുവിട്ടു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ NCC കാഡറ്റ്സും അതുപോലെ തന്നെ SFI നേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വീഡിയോ മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.